നിങ്ങൾക്ക് സിനിമ എന്താണെന്നറിയോ? സിനിമ ഈ ഫ്രെയിം എന്താണെന്നറിയോ? ഫ്രെയിം ഈ ചാർജ് ചെയ്ത് ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നറിയോ? ഇത് ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് കൊടുക്കുക, ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ സോഴ്സ് ലൈറ്റ്, ഇതൊക്കെ അറിയോ? 10 കൊല്ലമായില്ലേ താൻ പടം ചെയ്യാൻ തുടങ്ങിയിട്ട്. കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാ പോരെ. തിണ്ടി നിനക്ക് തരാട്ടാ. സോറി അളിയ, എന്റെ പൊന്ന് ബാബേട്ടാ, നിങ്ങൾ എന്ത് വെറുപ്പിക്കലായി വെറുപ്പിക്കണേ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് സിനിമാക്കാരുടെ കഥയാണ്. പക്ഷെ അല്ല, ഇതിലെ നായകന്മാർ ഇവരല്ല. ഇത് എൻ്റെ കഥയാണ്. ഇതിൽ ഞാനാണ് നായകൻ. എൻ്റെ അടുത്ത് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, കൂടെ ഒരു പെണ്ണുള്ളപ്പോൾ എത്ര ബോറടിച്ചാലും അവൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം. കേട്ടുമടുത്ത കഥയാണെങ്കിലും ഒരു ചെറിയ ചിരി മുഖത്ത് വരുത്തിയാൽ മതി. ഇതുപോലെ ഈ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ കഥ പറയാം. പിള്ളേരുകളെയാണ്, അവസാനം ചിരിക്കരുത് കേട്ടോ. എന്താ അല്ലേ? എൻ്റെ പേര് കുഞ്ഞുഞ്ഞു. ഹലോ, ഈ പേര് കേട്ടിട്ട് ചിരിക്കാനും വേണ്ട. എനിക്ക് ഈ പേരിൽ സന്തോഷമുള്ളൂ. എത്ര വയസ്സായാലും ആളുകൾ കുഞ്ഞുഞ്ഞെന്നല്ലേ വിളിക്കുള്ളൂ. മിക്ക ചെക്കന്മാരെ പോലെയും എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്തായിരുന്നു എൻ്റെയും പ്രശ്നം. എൻ്റെ അച്ഛൻ പോലീസിൽ മിടുക്കനായതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലം മാറ്റം കിട്ടും. അതെൻ്റെ പുതിയ വീട്ടിലെ ഒരു പകലായിരുന്നു. ഹൗസിംഗ് കോളനിയായിട്ടാരും കാണാനില്ലല്ലോ. ഡിഗ്രി കഴിഞ്ഞ് പ്രേമിക്കാൻ നോക്കിയപ്പോൾ പേരിന് പോലും ഒന്നുമില്ല. കർത്താവേ, നീ ഇത്ര വലുതാണെന്ന് വിചാരിച്ചില്ല. കൊള്ളാം, ക്രിസ്ത്യനായ മതിയായിരുന്നു. ഞാനിപ്പോ എങ്ങനെ മുട്ടും? മോനല്ലേ? ആ, സംസാരിച്ചു മോനെ. ബാക്കിയുള്ള ഫസ്റ്റ്. അതെ, അമ്മ എങ്ങനെ അറിയാ? ഒരാഴ്ച പോലും ആയില്ല, അമ്മ മൊത്തം കമ്പനി ആയല്ലോ. ഇപ്പോഴാണോ വരുന്നേ? അല്ല, ഇവിടെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണത്? ഇനി വല്ല ബോയ് ഫ്രണ്ട് എങ്ങാനും ബൈക്കിൽ വന്ന് പിക്ക് ചെയ്തിട്ട് പോയാ എന്റെ സ്വഭാവം മാറോട്ടാ. ആ, അധികം വായി നോക്കണ്ട. ഈ അമ്മയെ കൊണ്ട് തോറ്റി. അതും പോയി. ഒരു ദിവസം പല്ല് തേച്ചെങ്കിൽ ഇത്രയും മഞ്ഞിക്കോ? താനാരൻ തനിക്കെന്നെ കക്കൂസിക്കാരിയും? പേടിക്കണ്ട ബ്രോ, ഇത് ഞാനാണ് പ്രേമേശ്വരൻ. എവിടെ പ്രേമം ജനിക്കുന്നു അവിടെ ജനിക്കും ഈ പ്രേമേശ്വരൻ. പ്രേമേശ്വരനാ? ആ ബ്രോ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. എന്ത് തീരുമാനം? ബ്രോ, എന്റെ ഡാഡിന് മമ്മിനെ കേസൊക്കെ റെഡിയാക്കുന്നത് ആരാന്നറിയോ? ആരാൻ? ഞാനല്ല, പിന്നെ എന്റെ അപ്പനാ. ഓ, നിങ്ങളുടെ കാര്യം പ്രേമേശ്വരൻ സെറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അതിനാദ്യം ഒന്ന ലുക്കൊക്കെ ഒന്ന് മാറ്റണം, മനസ്സിലായ? ഒരുമാതിരി നരച്ച മുടിയും പിഞ്ഞ വേറൊക്കെ ഇതൊക്കെ കാണുമ്പോ ആരെങ്കിലും വീഴോ? അതെ, അജിത്തിലുണ്ട് തോട്ടത്ത് നരച്ച മുടി, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വയറ്, അത് ഈ ബീരടിക്കുന്ന ശിലാസ്ഥാപനം, അതവിടെ ഇരുന്നോട്ടേട്ടാ. ചുമ്മല്ല നിനക്കൊന്നും കിട്ടാത്ത നിന്നെ ബ്രോ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. അതെ, തന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. അതൊക്കെ ശരിയാക്കാനേ നമ്മുടെ ആളുണ്ട്, നമ്മുടെ ചങ്കാൻ. ആരാണവൻ? അജു. കുളിസീൻ അജു. ഓ, എന്താ? ഓഹോ, കുറെ നാളായി ഫീൽഡ് വർക്ക് ചെയ്തിട്ട്. അവളുടെ പേര് ദിവ്യ. ദിവ്യ. ആ, ദിവ്യ കൊള്ളാം. അല്ല, നീ ഇതൊക്കെ ഒപ്പിച്ചു? നീ കുഴിയനുണ്ടാ കേട്ടാ.
അല്ല ഇനി എന്താ അടുത്ത പരിപാടി? ആഹാ അതിരക്ക് ഇവര് നിന്നെ വിളിക്കോ? അതിലല്ലേ നീയല്ലേ അതിന് ഉസ്താദ്. പേടിക്കണ്ട ബ്രോ, അതിനല്ലേ ഞാൻ. ഇത് പോയടോ. ഒന്നുമില്ല, നീ പറ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കട്ടെ. എന്ത് സോങ് ഇല്ലെന്നോ? എന്റെ എല്ലാ പടത്തിലും പിന്നെ 2 അത് സോങ്. നല്ലൊരു ഐഡിയ ആണല്ലോ. നീ ഭയങ്കര പാട്ടുകാരനല്ലേ, നമുക്ക് അവിടെ നോക്കിയാലോ? ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. പെണ്ണേ നിൻ കാതിൽ ചൊല്ലാം അനുരാഗ കനവുകൾ പതിവായി പുലരുവോളം എൻ കനവിൽ കണ്ടതും കുളിർകാറ്റായി വീശി നീ മലർമണമായി വന്നതും കിളിക്കൊഞ്ചൽ പോലെ നിൻ സ്വരമീ നെഞ്ചിൽ നിൽപ്പൂ. പെണ്ണേ പെണ്ണേ നീ ദൂരെ പോകാതെ, പെണ്ണേ പെണ്ണേ നീ കൂടെ പോരാമോ, പെണ്ണേ പെണ്ണേ നീ ദൂരെ പോകാതെ, പെണ്ണേ പെണ്ണേ നീ കൂടെ പോരാമോ. പെണ്ണേ നിൻ ചെഞ്ചുണ്ടിൽ വിരിയും ചിരി കാണാൻ നിൻ വഴിയിൽ എൻ മിഴികൾ കൂടെ പോരും. പെണ്ണേ നിൻ പ്രണയത്തിൻ മഴവില്ലൊളി തീർക്കാൻ വേഗച്ചിറകിൽ നീ ഉയരെ പോയാൽ താരം ചിരി തൂകും, മേഘം മഴയാകും, താഴെ ഭൂവിൽ സ്വപ്നങ്ങൾ പൂവണിയും. എന്തൊക്കെ ബഹളോർന്നു, പാട്ടും പാടി പുറടക്കണ് മരം ചൊറ്റി പ്രേമം. എനിക്ക് അപ്പഴേ അറിയാറ് ഈ ബ്രോ പറഞ്ഞവരോട് ഒന്നും നടക്കാൻ പോളൊന്ന്. മച്ചാനെ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞു കേക്ക്. എന്നാൽ ഇത്രയും പാട്ടും പാടി പോരാടുന്നിട്ട് അവളൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അതെനിക്ക് മനസ്സിലാകത്ത്. കുഞ്ഞുഞ്ഞല്ലേ എന്നെ മനസ്സിലായോ? ആ മനസ്സിലായി. ഞാൻ ഇയാളെ അന്വേഷിച്ച് നടക്കായിരുന്നു. നീ ഇത്രയും മോശമില്ലാതാണ് പാട്ട് പാടിയത്, കേട്ടിട്ടില്ല. പോയടാ. അല്ല എന്താ കാര്യം? എനിക്ക് കുഞ്ഞുഞ്ഞിനെ നാളെ ഒന്ന് കാണണമായിരുന്നു. പറ്റും? അല്ല ആക്ച്വലി എനിക്ക് കുറച്ച് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവൻ ഫ്രീ ആണ്. അതെ ഞാൻ ഫ്രീ ആണ്, ഞാൻ വരാം. അല്ല താമരന്നില്ല, എനിക്ക് ഇയാളോട് സംസാരിക്കാനുള്ളത്. വരാൻ പറ്റുമോ? ആ ഞാൻ വരാം. ഇതെന്തത്? താൻ വരില്ല എന്നല്ലേ പറഞ്ഞത്? തനിക്കൊന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ മീറ്റിംഗ് ക്യാൻസലായി. അപ്പൊ ഇന്ന് ഞാൻ ഫുൾ ഫ്രീ ആ. അല്ല എന്താ കാണണമെന്ന് പറഞ്ഞു? അതിനു മുന്നേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇതെന്റെ ഫ്രണ്ട് ശ്രദ്ധ. നമ്മുടെ കോളനിയുടെ നെക്സ്റ്റ് കോളനിയിലെ സ്റ്റേ. ശ്രദ്ധ? അപ്പൊ ദിവ്യാരി? ഞാനാ ദിവ്യ. എന്റെ പേരൊക്കെ എവിടെ നേട്ടി? കൊള്ളാലോ. തന്നെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കൈമൾ സാറിന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. താൻ എന്നെ കണ്ടിട്ടില്ല? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ അജുവിനെ ആക്ച്വലി ഇവിടെ പ്രതീക്ഷിച്ചില്ല. ആ പേരൊക്കെ അറിയാലോ. കണ്ടാ ബ്രോ, ഇല്ലോളം വൈകിട്ടാണെങ്കിലും ഞാനത് സെറ്റാക്കി തന്നില്ലേ? എനിക്ക് ഇയാളെ ഇഷ്ടാ. താനിപ്പെന്താ പറഞ്ഞേ? അജു, ഐ ലവ് യു. ട്വിസ്റ്റ്. അതെനിക്ക് പണ്ടേ വളരെ ഇഷ്ടമാണ്. ഇത്
അജുവിനോട് നേരിട്ട് പറയാൻ നമുക്ക് വയ്യായിരുന്നു. അതുകൊണ്ടാ കുഞ്ഞുഞ്ഞിനോട് വരാൻ പറഞ്ഞു. ഹലോ മച്ചാനെ. ഹലോ. ആ ഞാൻ പോണു. അപ്പൊ ഇനി കാണുമ്പോ കാണാം. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ പ്രേമം ശരിയാക്കാൻ പ്രേമേശ്വരന് പോലും സാധിച്ചില്ല. ഇതാണ് എൻ്റെ കഥ. അങ്ങനെ ഞാൻ നോക്കിയ പെണ്ണിനെ എൻ്റെ കൂട്ടുകാരന് കിട്ടി. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എൻ്റെ കൂടെയുള്ള പെണ്ണ് ഏതാണെന്ന്.